ബാലിസ്റ്റിക് വീഴാത്ത ബത്ലഹേം. ക്രിസ്തുമസ് ദിനത്തിലെ പാതിര കുർബാനയിൽ പലപ്പോഴും വൈദികർ ആവർത്തിക്കാറുള്ള വാചകമാണ് ക്രിസ്തു പിറക്കേണ്ടത് നമ്മുടെ മനസ്സുകളിലാണ് എന്ന്. പാതിര കുർബാനയിൽ പാതിമയക്കത്തിൽ ഇത് കേൾക്കുന്ന നമുക്ക് ഒരു പക്ഷേ ക്രിസ്തു ബത്ലഹേമിലെ പുൽക്കൂട്ടിൽ ജനിക്കുന്നതിനോടാണ് താൽപ്പര്യം. പുൽക്കൂട് ഒരുക്കുവാനും മനോഹരമായി നക്ഷത്രങ്ങൾ തൂക്കുവാനുമൊക്കെ നല്ലത് ക്രിസ്തു ബത്ലഹേമിൽ ജനിക്കുന്നതാണ്. ക്രിസ്തു മനസ്സിൽ ജനിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ക്രിസ്ത്യാനികൾ എണ്ണത്തിൽ കുറവാകാനാണ് സാധ്യത. യേശു ജനിച്ചു വളർന്ന പഴയ പലസ്തീനിയായിലെ ഇന്നത്തെ ഇസ്രയേൽ സ്ഥലങ്ങളെല്ലാം തന്നെ നമുക്ക് സുപരിചിതങ്ങളാണ്. നമ്മളിൽ ഭൂരിഭാഗം പേരും അവിടങ്ങളിൽ പോയിട്ടില്ല. എങ്കിലും ബത്ലഹേമും ഗലീലിയും കഫർനാമും ജെറൂസലേമുമെല്ലാം ഭാവനയിൽ കണ്ടുകൊണ്ട് വിശ്വാസപരമായി പ്രചോദിതരാകുന്നവരാണ് ക്രിസ്ത്യാനികൾ. ഇന്ന് തിരക്കേറിയ തീർത്ഥാടന കേന്ദ്രങ്ങളാണിവ. വിശുദ്ധ നഗരങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് പോകുവാൻ കഴിഞ്ഞെങ്കിലെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കാത്ത വിശ്വാസികളില്ല. രക്ഷകൻ പിറന്ന പുണ്യഭൂമിയിൽ പാദമൂന്നുവാൻ കഴിഞ്ഞാൽ ജന്മസാഫല്യം. എന്നാൽ ഈ വിശുദ്ധ നഗരങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ അശാന്തി നീറിപ്പടരുകയാണ്. ഏത് നിമിഷവും ബാലിസ്റ്റിക് മിസൈലുകൾ വന്ന് പതിക്കാവുന്ന ഇടങ്ങൾ. യുദ്ധം തുടരുകയാണ്. യുദ്ധത്തിൽ ആത്യന്തികമായി ആരും വിജയിക്കുന്നില്ല എന്ന സത്യം വിശുദ്ധ ഭൂമിയിൽ ജീവിക്കുന്നവർ ഉൾക്കൊള്ളുന്ന ലക്ഷണമില്ല. പ്രതികാരത്തിൽ നിന്ന് ശാശ്വതമായ സമാധാനം ഉണ്ടാകുമോ? കാലം തെളിയിക്കട്ടെ. ലക്ഷ്യം തെറ്റാത്ത ഏതാനും ബാലിസ്റ്റിക് മിസൈലുകൾക്ക് നശിപ്പിക്കാവുന്നതേയുള്ളൂ നമ്മൾ വിശുദ്ധ ഭൂമിയായി കരുതുന്ന ബത്ലഹേമും ജെറൂസലേമുമൊക്കെ. അപ്പോൾ അനശ്വരമായ പുണ്യഭൂമി എവിടെയാണ്? എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് വിചാരണവേളയിൽ യേശു പറഞ്ഞത് ഇതിനോട് കൂട്ടി വായിക്കുക. യേശു ജനിച്ചു എന്നതുകൊണ്ട് ബത്ലഹേമോ, ക്രൂശിക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു എന്നതുകൊണ്ട് ജെറൂസലേമോ, കൂടുതൽ കാലം പ്രവർത്തിച്ചിരുന്നു എന്നതുകൊണ്ട് ഗലീലിയായോ ക്രിസ്ത്യാനികൾക്ക് ഒരു വൈകാരികത ആകേണ്ട ആവശ്യമേയില്ല. യേശു എന്ത് പഠിപ്പിച്ചു, എന്തിനു വേണ്ടി നിലകൊണ്ടു എന്നത് മാത്രമാണ് പ്രസക്തം. സ്ഥലകാലങ്ങൾ തീർക്കുന്ന വൈകാരികതയിലേക്ക് ക്രിസ്തുനാമത്തെ തളച്ചിടാതിരിക്കാനുള്ള പ്രബുദ്ധതയും പക്വതയും ക്രിസ്ത്യാനികൾ ആർജിക്കണം. ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ ധ്രുവീകരണം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നത് ഭീരുത്വമായി തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാമെങ്കിലും ഒരു ജനത എന്ന നിലയിൽ നാം മറക്കരുതാത്ത ദിവ്യമന്ത്രമാണ്. അപ്പോൾ പാതിര കുർബാനയിൽ ആവർത്തിച്ച് കേൾക്കാറുള്ള ആ വാചകം തന്നെയാണ് രക്ഷയിലേക്കുള്ള ഏകമാർഗം. ക്രിസ്തു ജനിക്കേണ്ടത് നമ്മുടെ മനസ്സുകളിലാണ്. ബാലിസ്റ്റിക് മിസൈൽ വീഴാൻ തീരെ സാധ്യതയില്ലാത്ത ബത്ലഹേം.